പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികളായ 7 CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷകളെ എതിർത്ത് മ്യൂസിയം പോലീസ് ഇന്ന് കോടതിയിൽ നിലപാടറിയിക്കും. 56 ദിവസമായി തടവിൽ കഴിയുകയാണെന്നും അന്വേഷണത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ പൂർത്തിയായതിനാൽ ഇനി കസ്റ്റഡി ആവശ്യമില്ല എന്നുമാണ് പ്രതികളുടെ വാദം. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചെയ്യുന്നു. ജിജീഷ്, ഇ.ഡി. ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഉള്ള 7 CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയാണല്ലോ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, തുടർച്ചയായി മറ്റ് കോടതികളിൽ നിന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ടതോടുകൂടിയാണ് 7 പ്രതികൾ ഒരുമിച്ച് ഹൈക്കോടതിയിൽ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ ഇപ്പോൾ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. കാരണം 2 ആഴ്ചക്കുള്ളിൽ പുറത്തിറങ്ങാമെന്ന കരുതി അകത്തേക്ക് പോയ ആളുകളാണ്. ഏതാണ്ട് 56 ദിവസത്തിലധികമായി ജയിലിൽ ഇപ്പോഴും തുടരുകയാണ്. കടുത്ത വകുപ്പുകൾ തന്നെയാണ് പ്രതികൾക്ക് എതിരെ ചുമത്തിയിട്ടുള്ളത്. ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അവരെ വധിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം തടസ്സപ്പെടുത്തുകയും അവരെ ജീവഹാനി ഉണ്ടാക്കുന്ന വിധം അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും എല്ലാം തന്നെ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസായതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്കൊന്നും തന്നെ ജാമ്യം ലഭിച്ചിട്ടില്ല. 24 പ്രതികൾ ഇപ്പോഴും ജയിലഴിക്കുള്ളിൽ തന്നെയാണ് ഉള്ളത്. ഈ ഘട്ടത്തിൽ പ്രതികൾ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് തങ്ങളെ ഇനിയും കസ്റ്റഡിയിൽ വയ്ക്കേണ്ട കാര്യമില്ല, കസ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ജാമ്യം നിഷേധിക്കുന്നത് അല്ലെങ്കിൽ ജാമ്യത്തെ എതിർക്കുന്നത്. എന്നാൽ തങ്ങളെ വീണ്ടും കസ്റ്റഡിയിൽ വയ്ക്കേണ്ട കാര്യമില്ല, കേസന്വേഷണം പൂർത്തിയായിട്ടുള്ളതാണ് എന്നതടക്കമുള്ള വാദങ്ങളാണ് പ്രധാനമായും ഇക്കാര്യത്തിൽ ഈ പ്രതികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകണമെന്നതാണ് അവരുടെ വാദം. മാത്രമല്ല പ്രധാനപ്പെട്ട പല ആളുകളെയും അഭിഭാഷകരെയും വലിയ ഒരു അഭിഭാഷകരുടെ നിരയെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇവർ കേസുമായി മുന്നോട്ട് പോകുന്നത്. പ്രശസ്തരായ ക്രിമിനൽ അഭിഭാഷകരാണ് പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ ഹൈക്കോടതിയിൽ നിന്നെങ്കിലും ജാമ്യം ലഭിക്കുമോ എന്ന കാര്യം തന്നെയാണ് പ്രതികൾ പ്രധാനമായും പരിശോധിക്കുന്നത്. അത്തരത്തിൽ വിവിധ ആളുകൾ ഈ 7 പ്രതികളാണ്. 24 പ്രതികൾ. അതിൽ 5-ാം പ്രതി ശ്രീജിത്ത്, 7-ാം പ്രതി അനിൽകുമാർ, ഒപ്പം തന്നെ ഷഫീഖ്, കിരൺ, നിഷാദ്, ജീവൻ അടക്കമുള്ള 7 പ്രതികളാണ് ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. അതാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യുന്നത്. വിനോദ്.